ഹലോ എവരി വൺ, വെൽക്കം ടു ഫ്രീ പീരിയഡ്. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റിയിൽ ന്യൂസ് റിപ്പോർട്ടിംഗ് ആൻഡ് എഡിറ്റിംഗ് എന്ന് പറയുന്ന ഭാഗത്തിലെ ബ്ലോക്ക് 2-ൽ റിപ്പോർട്ടിംഗ് എന്ന് പറയുന്ന ഭാഗത്തിൽ യൂണിറ്റ് 2 ആണ്. ന്യൂസ് ഗാദറിംഗ്, കൾട്ടിവേറ്റിംഗ് ആൻഡ് ന്യൂസ് സോഴ്സസ് എന്ന് പറയുന്ന ഭാഗമാണ് നമ്മൾ ആദ്യമായിട്ട് ഡിസ്കസ് ചെയ്യുന്നത്. ഫസ്റ്റത്തെ ടോപ്പിക് എന്ന് പറയുന്നത് ന്യൂസ് ഗാദറിംഗ് എന്നുള്ളതാണ്. ന്യൂസ് ഗാദറിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ന്യൂസ് കൾട്ടിവേറ്റ് ചെയ്യുക, അതല്ല എന്നുണ്ടെങ്കിൽ ന്യൂസ് സ്വീകരിക്കുന്ന രീതികളാണ് എന്തെന്ന് വിളിക്കുന്നത്, ന്യൂസ് ഗാദറിംഗ് എന്ന് വിളിക്കുന്നത്. അതായത് ന്യൂസുകൾ നമ്മൾ കണ്ടെത്തുക, അതിനു വേണ്ടിയുള്ള ഓരോ കാര്യങ്ങൾ ചെയ്യുക എന്നുള്ളതാണ് എന്തെന്ന് വിളിക്കുന്നത്, ന്യൂസ് ഗാദറിംഗ് എന്ന് വിളിക്കുന്നത്. ഈ ന്യൂസ് ഗാദറിങ്ങിന് വേണ്ടിയിട്ട് പല സ്റ്റെപ്സുകളുണ്ട്. അതിൽ ഒന്നാമത്തെ സ്റ്റെപ്പാണ് എന്തെന്ന് പറയുന്നത്, ഒബ്സർവേഷൻസ് എന്ന് പറയുന്നത്. ഒബ്സർവേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിരീക്ഷണം എന്നുള്ളതാണ്. അതായത് ഒരു റിപ്പോർട്ടർ കൃത്യമായിട്ട് അതായത് കണ്ണുകളിലൂടെ, ഇയേഴ്സ് ആൻഡ് മൈൻഡ് ടു ഡിസ്കേൺ ഫിഗേഴ്സ്, ഫാക്ട് ആൻഡ് ഇൻഫർമേഷൻസ്. അതായത് കണ്ണുകളിലൂടെ, അതുപോലെ തന്നെ കാതുകളിലൂടെ, നമ്മൾ കൃത്യമായിട്ടുള്ള മനസ്സിലൂടെ, അതുപോലെയൊക്കെ നമ്മൾ എന്ത് ചെയ്യണം, ഒബ്സർവ് ചെയ്തുകൊണ്ട്, നിരീക്ഷിച്ചിട്ടുകൊണ്ട് വ്യക്തമായിട്ടുള്ള കാര്യങ്ങൾ മനസ്സിലാക്കാൻ വേണ്ടി ശ്രമിക്കണം എന്നുള്ളതാണ്. ഒരു ഒബ്സർവേഷൻ എന്നുള്ളത് ഒരിക്കലും നമ്മൾക്ക് എന്ത് ചെയ്യാൻ കഴിയില്ല, ഒരിക്കലും ഒരു സ്റ്റഡീസിലൂടെ ഉണ്ടാക്കാൻ കഴിയുന്ന ഒരു കാര്യമല്ല. പകരം നമുക്കൊരു സ്കിൽഡ് ആയിട്ട് നമ്മളുടെ പ്രാക്ടീസിലൂടെ നമുക്ക് നേടിയെടുക്കുന്ന ഒരു കാര്യമാണ് എന്തെന്ന് പറയുന്നത്, ഒബ്സർവേഷൻസ് എന്ന് പറയുക. അതായത് നമ്മളുടെ റിയൽ ലൈഫ് എക്സ്പീരിയൻസിലൂടെ നമുക്ക് എന്ത് ചെയ്യാൻ കഴിയും, ഒരു ഒബ്സർവേഷൻ എന്ന് പറയുന്ന സ്കില്ല് നമുക്ക് നേടിയെടുക്കാൻ കഴിയും. ഒരു ജേർണലിസ്റ്റിന് ഏറ്റവും കൂടുതൽ വേണ്ട ഒരു കാര്യമാണ് എന്തെന്ന് പറയുന്നത്, ഒബ്സർവേഷൻ സ്കില്ലുകൾ എന്ന് പറയുന്നത്. അടുത്ത രണ്ടാമതാണ് മൊബൈൽ കോൺവെർസേഷൻസ് എന്ന് പറയുന്നത്, മൊബൈൽ സംഭാഷണങ്ങൾ എന്ന് പറയുന്നത്. അതായത് ഇന്നത്തെ ജേർണലിസ്റ്റുകളായിക്കോട്ടെ, റിപ്പോർട്ടേഴ്സ് ആയിക്കോട്ടെ, ഇവർക്കൊക്കെ അല്ലെങ്കിൽ എല്ലാ ആളുകളും വളരെ ബിസി ആയിട്ടുള്ള, വളരെ ഫാസ്റ്റ് ആയിട്ടുള്ള ഒരു വേൾഡിലാണ് എന്ത് ചെയ്ത് ജീവിച്ചു കൊണ്ടിരിക്കുന്നത്. അപ്പോൾ കൂടുതലും എന്ത് ചെയ്യുന്നു, ആളുകൾ ബിസി ആവുന്നത് കൊണ്ട് പല സമയത്തും നമ്മൾ മൊബൈൽ കോൺവെർസേഷൻസിനെ, മൊബൈൽ സംഭാഷണങ്ങളെ ആശ്രയിക്കേണ്ടി വരും. കാരണം ഒരു കമ്മ്യൂണിക്കേഷൻ കൃത്യമായിട്ട് നടക്കുന്നതിന് വേണ്ടിയിട്ട്, പെട്ടെന്ന് തന്നെ നമുക്ക് ഓരോ വിവരങ്ങൾ ശേഖരിക്കുന്നതിന് വേണ്ടിയിട്ട് മൊബൈൽ കോൺവെർസേഷൻസ് നടത്തേണ്ടി വരും. അപ്പോൾ മൊബൈൽ കോൺവെർസേഷൻസ് നടത്തുന്ന സമയത്ത് കുറച്ച് പോയിന്റുകൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. അതിൽ ഒന്നാമത്തെ പോയിന്റ് എന്ന് പറയുന്നത് ഹാവ് എ ക്ലിയർ ഐഡിയ ഓഫ് ദ ഇൻഫർമേഷൻ യു വാണ്ട് ടു കൺവേ എന്നുള്ളതാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ എന്ത് ഇൻഫർമേഷൻസിനെ കുറിച്ചിട്ടാണ് നിങ്ങൾ ഡാറ്റാസ് കളക്ട് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് എന്നതിനെ കുറിച്ച് കൃത്യമായിട്ടുള്ള ബോധം നിങ്ങൾക്ക് വേണം. അതുപോലെ തന്നെ ആൾവേസ് ഹാവ് എ നോട്ട് ബുക്ക് ആൻഡ് പെൻ റെഡി, അവോയ്ഡ് റഷിംഗ് ഡ്യൂറിങ് ദ കോൺവെർസേഷൻ എന്നുള്ളതാണ്. അതായത് നിങ്ങളൊരു മൊബൈൽ കോൺവെർസേഷൻ നടത്തുന്ന സമയത്ത് നിങ്ങളുടെ കയ്യിൽ ഒരു നോട്ട് ബുക്കും പെന്നും എപ്പോഴും റെഡി ആയിക്കൊണ്ടിരിക്കണം. ഒരു കാരണവശാലും ഈ ഒരു കോൺവെർസേഷൻ സമയത്ത് നിങ്ങൾ അതിനു വേണ്ടി തിരക്കാൻ നിൽക്കരുത്, അല്ലെങ്കിൽ അതിനു വേണ്ടി തിരയാൻ നിൽക്കരുത് എന്നുള്ളതാണ്. മൂന്നാമത്തെ പോയിന്റ് എന്ന് പറയുന്നത് ആസ്ക് ഫോർ നെയിംസ് ആൻഡ് നമ്പേഴ്സ് ടു ബി റിപ്പീറ്റഡ് ടു എൻഷ്യൂർ അക്യുറസി. അതായത് പേരുകളോ നമ്പറുകളോ മറ്റു കാര്യങ്ങൾ പറയുകയാണ് എന്നുണ്ടെങ്കിൽ അത് വീണ്ടും റിപ്പീറ്റഡ് ആയിട്ട് ചോദിക്കുക. അത് അക്യുറേറ്റ് ആണ് എന്നുള്ളത്, ശരി തന്നെയാണ് എന്നുള്ളത് നിങ്ങൾ എന്ത് ചെയ്യുക, ഉറപ്പുവരുത്തുക. അതായത് പേരുകളോ നമ്പറുകളോ ഒക്കെ തെറ്റായിട്ട് നൽകുകയാണെന്നുണ്ടെങ്കിൽ അതിൽ മിസ്കമ്മ്യൂണിക്കേഷൻസ് വരാനുള്ള, അല്ലെങ്കിൽ കമ്മ്യൂണിക്കേഷൻസ് പ്രോപ്പറായിട്ട് നടക്കാതിരിക്കാനുള്ള, അല്ലെങ്കിൽ തെറ്റായിട്ടുള്ള വിവരങ്ങൾ ജനങ്ങളിലേക്ക് പാസ് ചെയ്യാനുള്ള സാഹചര്യങ്ങൾ കൂടുതലാണ്. അടുത്തത് ബി പ്രിസൈസ് ആൻഡ് ആർട്ടിക്കുലേറ്റ് വെൻ ആസ്കിങ് ക്വസ്റ്റ്യൻസ് എന്നുള്ളതാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ചോദ്യങ്ങൾ ചോദിക്കുന്ന സമയത്ത് പ്രിസൈസ് ആയിരിക്കുക, അതായത് വലിച്ചു നീട്ടി ചോദിക്കാതെ വളരെ സിമ്പിളായിട്ട് ചോദിക്കുക എന്നുള്ളതാണ്. അടുത്ത പോയിന്റ് എന്ന് പറയുന്നത് മെയിൻറ്റെയിൻ പൊളൈറ്റ്നെസ് ആൻഡ് പേഷ്യൻസ് ത്രൂ ഔട്ട് ദ കോൺവെർസേഷൻ. അതായത് നമ്മൾ സംസാരിക്കുന്ന സമയങ്ങളിലെല്ലാം വളരെ പൊളൈറ്റ് ആയിട്ട്, വളരെ പേഷ്യൻസോട് കൂടിയിട്ടായിരിക്കണം, വളരെ സമാധാനത്തോട്, ക്ഷമയോട് കൂടിയിട്ടായിരിക്കണം നമ്മൾ സംസാരിക്കുന്നത്. അതുപോലെ തന്നെ എംഫസൈസ് ഫാക്ച്വൽ അക്യുറസി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഫാക്റ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ, ശരിയായിട്ടുള്ള കാര്യങ്ങളിൽ നമ്മൾ ഉറച്ചു നിൽക്കണം. ആൻഡ് ലാസ്റ്റ്ലി റെക്കോർഡ് ദ കോൺവെർസേഷൻ യൂസിങ് എ കോൾ റെക്കോർഡർ, എൻഷുറിങ് കൺസെന്റ് ഫ്രം ദ അതർ പാർട്ടി ബിഫോർ ഹാൻഡ് എന്നുള്ളതാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളൊരു മൊബൈൽ കോൺവെർസേഷൻ നടത്തുന്ന സമയത്ത് നിർബന്ധമായിട്ടും അത് റെക്കോർഡ് ചെയ്യുക. ആ റെക്കോർഡ് ചെയ്യുന്നതിന് മുമ്പായിട്ട് നിങ്ങൾ ഓപ്പോസിറ്റ് ഉള്ള ആളുമായിട്ട് ആരോടാണോ സംസാരിക്കുന്നത് അയാളുടെ കൺസെന്റ് മേടിച്ചിരിക്കണം, അയാളുടെ അനുവാദം നിർബന്ധമായിട്ടും മേടിച്ചിരിക്കണം.
ഇത്രയും കാര്യങ്ങളാണ് മൊബൈൽ കോൺവെർസേഷനിൽ ശ്രദ്ധിക്കാനുള്ളത്. അടുത്തത് റിസർച്ച് എന്നുള്ളതാണ്. റിസർച്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ന്യൂസ് ഗ്യാതറിങ്ങിൻ്റെ ഒരു ക്രൂഷ്യൽ സ്റ്റെപ്പാണ്, ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. അതായത് ഒരു കാര്യത്തെക്കുറിച്ച് നിങ്ങൾ റിപ്പോർട്ട് തയ്യാറാക്കുകയാണ് എന്നുണ്ടെങ്കിൽ അതിനെക്കുറിച്ച് ഇൻവെസ്റ്റിഗേറ്റ് ചെയ്തുകൊണ്ട്, അന്വേഷിച്ചുകൊണ്ട് അതിന് അക്യൂറേറ്റ് ആയിട്ടുള്ള, ബാലൻസ്ഡ് ആയിട്ടുള്ള, കംപ്ലീറ്റ് ആയിട്ടുള്ള കാര്യങ്ങളെക്കുറിച്ച് മനസ്സിലാക്കുന്ന രീതിയാണ് എന്തെന്ന് വിളിക്കുന്നത്, റിസർച്ച് എന്ന് വിളിക്കുന്നത്. ഈ റിസർച്ചിൽ നിങ്ങൾക്ക് ലൈബ്രറീസ് യൂട്ടിലൈസ് ചെയ്യാം, ആർക്കൈവ്ഡ് ന്യൂസ് പേപ്പേഴ്സ്, അതായത് പഴയ ന്യൂസ് പേപ്പേഴ്സ് നിങ്ങൾക്ക് ഉപയോഗപ്പെടുത്താം, മാഗസിൻസുകൾ ഉപയോഗപ്പെടുത്താം, ഇന്റർനെറ്റുകൾ ഉപയോഗപ്പെടുത്താം, സോഷ്യൽ മീഡിയാസ് ഉപയോഗപ്പെടുത്താം. ഈ കാര്യങ്ങളൊക്കെ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ഒരു കാര്യത്തെക്കുറിച്ച്, ഒരു ടോപ്പിക്കിനെ കുറിച്ച് അതിൻ്റെ ബാക്ക്ഗ്രൗണ്ടുകൾ, എന്തെല്ലാം സാഹചര്യങ്ങളായിരുന്നു ഒരു വിഷയത്തിൽ സംഭവിച്ചിട്ടുള്ളത്, ആർക്കെല്ലാമാണ് ബാധിക്കപ്പെട്ടിട്ടുള്ളത്, അതിൻ്റെ ഹിസ്റ്ററി എന്തായിരുന്നു, അതിൻ്റെ പാസ്റ്റ് എന്താണ്, തുടങ്ങിയിട്ടുള്ള എല്ലാ കാര്യങ്ങളെക്കുറിച്ചും വളരെ ഡീപ്പായിട്ട് പഠിക്കുക എന്നുള്ളതാണ് എന്തെന്ന് പറയുന്നത്, റിസർച്ച് എന്ന് പറയുന്നത്. അടുത്തത് ഇൻസൈഡേഴ്സ് ആൻഡ് ഔട്ട്സൈഡേഴ്സ് എന്നുള്ളതാണ്. ഇൻസൈഡേഴ്സ് ആൻഡ് ഔട്ട്സൈഡേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളൊരു ന്യൂസ് റിപ്പോർട്ട് ചെയ്യുന്ന സമയത്ത് നിർബന്ധമായിട്ടും ഇൻസൈഡേഴ്സിന് ഔട്ട്സൈഡേഴ്സിന് നിങ്ങൾ എന്ത് ചെയ്യണം, കൺസിഡർ ചെയ്യണം. അതായത് ഇപ്പോൾ ഒരു COVID-19 സംഭവമാണ്. COVID-19 എന്ന് പറയുന്ന ഒരു പാൻഡമിക് നടന്ന സമയത്ത് നിങ്ങൾ എന്ത് ചെയ്യുന്നു, COVID-19 കുറിച്ച് നിങ്ങൾ റിപ്പോർട്ട് തയ്യാറാക്കണം. അപ്പൊ ഇൻസൈഡേഴ്സ് എന്ന് പറയുന്ന ആളുകൾ ഡോക്ടേഴ്സ് തുടങ്ങിയിട്ടുള്ള ആളുകളായിരിക്കും, മെഡിക്കൽ ഫീൽഡിൽ നിൽക്കുന്ന ആളുകളാണ് ഇൻസൈഡേഴ്സ് എന്ന് പറയുന്നത്. ഔട്ട്സൈഡേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആരാണ്, ഈ കോവിഡ് വന്ന് ബാധിക്കപ്പെട്ടിട്ടുള്ള ആളുകളുടെ പാരൻസുകൾ തുടങ്ങിയിട്ടുള്ള ആളുകളാണ്, പാരന്റുകൾ, അവരുടെ ഫാമിലീസ് തുടങ്ങിയിട്ടുള്ള ആളുകളാണ് എന്തെന്ന് പറയുന്നത്, ഔട്ട്സൈഡേഴ്സ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഔട്ട്സൈഡേഴ്സിന്റെ കയ്യിൽ നിന്നും വാല്യുബിൾ ആയിട്ടുള്ള ഇൻസൈറ്റുകൾ ലഭിക്കാനുള്ള സാഹചര്യങ്ങൾ കൂടുതലാണ്. അതായത് ഈ ബാധിക്കപ്പെട്ടുള്ള ആളുകളിൽ നിന്നും എന്ത് ചെയ്യാൻ പറ്റും, അവരുടെ അഭിപ്രായങ്ങൾ, അവരുടെ എക്സ്പീരിയൻസുകളൊക്കെ ചോദിച്ചറിയാൻ നമുക്ക് സാധിക്കും. അപ്പോൾ ഇൻസൈഡേഴ്സിന്, ഔട്ട്സൈഡേഴ്സിന് നമ്മൾ എന്ത് ചെയ്യണം, എല്ലാ സമയത്തും കൺസിഡർ ചെയ്യണം. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളിൽ നിന്നാണ് ന്യൂസ് ഗ്യാതറിങ്ങിന്റെ സ്റ്റെപ്പുകൾ എന്ന് പറയുന്നത്. ഒന്നാമത്തെ ഒബ്സർവേഷൻ, രണ്ടാമത്തെ മൊബൈൽ കോൺവെർസേഷൻ, മൂന്നാമത്തെ റിസർച്ച്, നാലാമത്തത് ഇൻസൈഡേഴ്സ് ആൻഡ് ഔട്ട്സൈഡേഴ്സ്. ഓക്കെ, ഇനി അടുത്തത് കൾട്ടിവേറ്റിംഗ് ന്യൂസ് സോഴ്സസ് എന്നുള്ളതാണ്. കൾട്ടിവേറ്റിംഗ് ന്യൂസ് സോഴ്സസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ന്യൂസുകൾ നമുക്ക് ലഭിക്കുന്ന ഉറവിടങ്ങൾ ഏതൊക്കെ, എങ്ങനെയെല്ലാമാണ്, ഏതൊക്കെ ഉറവിടങ്ങളിൽ നിന്നുമാണ് നമുക്ക് ന്യൂസുകൾ ലഭിക്കുന്നത് എന്നുള്ളതാണ്. ഒന്നാമത്തേതായിട്ട് പറയുന്നത് ഇൻഫർമേഷൻ ഫ്രം പീപ്പിൾസ് എന്നുള്ളതാണ്. ഇൻഫർമേഷൻ ഫ്രം പീപ്പിൾസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആളുകളിൽ നിന്ന് ലഭിക്കുന്ന വിവരങ്ങൾ എന്നുള്ളതാണ്. ഉദാഹരണത്തിന് ജേർണലിസ്റ്റുകൾ എന്ത് ചെയ്യുന്നുണ്ട്, അവർക്ക് അബേർഡൻസ് ആയിട്ടുള്ള അല്ലെങ്കിൽ നിരവധിയായിട്ടുള്ള ഇൻഫർമേഷൻസ്, വളരെ അധികമുള്ള വിവരങ്ങൾ അവർക്ക് ലഭിച്ചുകൊണ്ടേയിരിക്കുന്നുണ്ട്. അപ്പൊ അതിൽ നിന്നും വളരെ സ്കില്ലോട് കൂടിയിട്ട് അവർക്ക് ഏറ്റവും നല്ല സ്റ്റോറീസ് അല്ലെങ്കിൽ ഏറ്റവും നല്ല കാര്യങ്ങൾ ആളുകളെ കയ്യിൽ നിന്നും എന്ത് ചെയ്യണം, ലഭിക്കണം എന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം, ആളുകളോട് കൃത്യമായിട്ട് സംസാരിക്കണം. അവരോട് വളരെ പൊളൈറ്റ് ആയിട്ട്, വളരെ ക്ഷമയോട് കൂടിയിട്ട് എന്ത് ചെയ്യണം, സംസാരിക്കണം. ഇതൊരു ഈസി ടാസ്ക് അല്ല. അതായത് ആളുകളോട് ഇൻഫർമേഷൻസ് അവരുടെ കയ്യിൽ നിന്ന് മേടിക്കുക എന്ന് പറയുന്നത് ഒരിക്കലും ഈസി ടാസ്ക് അല്ല. അതിനെന്ത് വേണം, ട്രസ്റ്റ് വേണം, അണ്ടർസ്റ്റാൻഡിങ് വേണം. അതായത് ഒരാളെ വിശ്വസിക്കുകയും ഒരാളെ ബഹുമാനിക്കുകയും മനസ്സിലാക്കുകയും ഒക്കെ ചെയ്യണം. അതുപോലെ തന്നെ ജേർണലിസ്റ്റുകൾ എന്ത് ചെയ്യണം, വളരെ റെസ്പെക്റ്റോട് കൂടിയിട്ട് ആളുകളോട് എന്ത് ചെയ്യണം, പെരുമാറണം. അതുപോലെ തന്നെ വളരെ വാമായിട്ടുള്ള ഒരു റിലേഷൻഷിപ്പ് എന്ത് ചെയ്യണം, എല്ലാ ആളുകളോടും ബിൽഡ് ചെയ്യണം. അതായത് നല്ല രീതിയിലുള്ള ബന്ധം എല്ലാ ആളുകളോടും കാത്തു സൂക്ഷിക്കണം. അതുപോലെ തന്നെ എന്നിരുന്നാൽ മാത്രമേ എന്ത് ചെയ്യുന്നുള്ളൂ, ആളുകൾ നമുക്ക് ഓരോ രീതിയിലുള്ള ഇൻഫർമേഷൻസ് പാസ് ചെയ്യുകയുള്ളൂ. അതായത് കുറേ ഇൻഫർമേഷൻസ് ഒരു ജേർണലിസ്റ്റിന് ലഭിക്കുമ്പോൾ അതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള, അതായത് ഫാക്ച്വൽ ആയിട്ടുള്ള, അക്യുറേറ്റ് ആയിട്ടുള്ള ഇൻഫർമേഷൻസ് പീപ്പിൾസ് തരണം എന്നുണ്ടെങ്കിൽ അവരോട് നല്ല രീതിയിൽ പെരുമാറുകയും അവരെ മനസ്സിലാക്കുകയും അവരോടൊരു നല്ല ബന്ധം കാത്തു സൂക്ഷിക്കുകയും ചെയ്യണം. അങ്ങനെ ഇരുന്നാൽ മാത്രമേ എന്ത് ചെയ്യുന്നുള്ളൂ, ആളുകളുടെ ഇടയിൽ നിന്നും നമുക്ക് ഇൻഫർമേഷൻസ് ശേഖരിക്കാൻ സാധിക്കുകയുള്ളൂ. അടുത്തതെന്ന് പറയുന്നത് ബിൽഡിംഗ് എ സോഴ്സ് ലിസ്റ്റ് എന്നുള്ളതാണ്. ബിൽഡിംഗ് എ സോഴ്സ് ലിസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പോൾ ഉദാഹരണത്തിന് നിങ്ങളൊരു സ്ഥലത്ത്, ഒരു എ എന്ന് പറയുന്ന ഒരു സ്ഥലത്ത് ഒരു ആക്സിഡന്റ്, ഒരു കൊലപാതകം നടക്കുന്നു എന്ന് പറയുന്നതാണെന്ന് നിങ്ങൾ കരുതുക. അപ്പൊ അതിന്റെ ന്യൂസ് നിങ്ങൾ കളക്ട് ചെയ്യുന്നതിന് വേണ്ടി പോകുന്ന സമയത്ത് നിങ്ങൾ എന്ത് ചെയ്യണം, ആദ്യം ആളുകളുടെ ഇടയിൽ നിന്നും ഇൻഫർമേഷൻസ് സ്വീകരിക്കണം. അപ്പൊ അതാണ് നമ്മൾ ആദ്യം പറഞ്ഞിട്ടുള്ളത്. അപ്പൊ നല്ല ബന്ധമൊക്കെ കാത്തു സൂക്ഷിച്ച്
ആളുകളോട് വളരെ പൊളൈറ്റ് ആയിട്ട് സംസാരിച്ച് അവരോട് ഒരു ബന്ധം കാത്തു സൂക്ഷിക്കണം. അപ്പോൾ അവരെന്ത് ചെയ്യും, നല്ല ഇൻഫർമേഷൻസ് നമ്മളോട് ഷെയർ ചെയ്യും. രണ്ടാമത്തെ ബിൽഡിംഗ് എ സോഴ്സ് ലിസ്റ്റ് എന്നുള്ള പോയിന്റ് ആയിരിക്കും. അതെങ്ങനെയായിരിക്കും, നമ്മൾ എന്ത് ചെയ്യണം, ഒരു ക്രൂഷ്യൽ ആയിട്ടുള്ള ഒരു കൺസിഡറേഷൻസ് നടത്തണം. മീൻസ് ആരൊക്കെ ഇടയിൽ നിന്നാണ്, ആരൊക്കെ കയ്യിൽ നിന്നാണ് നമുക്ക് വിവരങ്ങൾ ശേഖരിക്കാനുള്ള ഓപ്പർച്യൂണിറ്റീസ് ഉണ്ടാവുക. ഉദാഹരണത്തിന് പോലീസുകാർ, അതുപോലെ തന്നെ ഫാമിലി മെമ്പേഴ്സ്, അതുപോലെ പീപ്പിൾസ്, ഡോക്ടേഴ്സ് തുടങ്ങിയുള്ള ആളുകളുടെ ഇടയിൽ നിന്നൊക്കെ എന്ത് ചെയ്യാൻ പറ്റും, വിവരങ്ങൾ ലഭിക്കാൻ സാഹചര്യങ്ങളുണ്ട്. അതാണ് ബിൽഡിംഗ് എ സോഴ്സ് ലിസ്റ്റുകൾ എന്ന് പറയുന്നത്. അതായത് ന്യൂസിന് വിവരങ്ങൾ ലഭിക്കുന്ന ആരുടെ കയ്യിൽ നിന്നാണോ അവരുടെ കുറിച്ചുള്ള ലിസ്റ്റുകൾ തയ്യാറാക്കുക എന്നുള്ളതാണ് ബിൽഡിംഗ് എ സോഴ്സ് ലിസ്റ്റ് എന്ന് പറയുന്നത്. ഏതൊക്കെ ഉറവിടങ്ങളിൽ നിന്നാണ് നമുക്ക് എന്ത് ചെയ്യുന്നത്, ന്യൂസുകൾ ലഭിക്കാൻ ചാൻസുകൾ ഉള്ളത് എന്നുള്ള കാര്യം നമ്മൾ എന്ത് ചെയ്യണം, നോക്കി വെക്കണം. ഓക്കെ, അടുത്ത പോയിന്റ് എന്ന് പറയുന്നത് ബീറ്റുകൾ എന്നുള്ളതാണ്. ബീറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ന്യൂസുകൾ ലഭിക്കുന്ന ഉറവിടമാണ് എന്ത് എന്ന് വിളിക്കുന്നത്, ബീറ്റുകൾ എന്ന് വിളിക്കുന്നത്. ബീറ്റ് നമുക്ക് പല രീതിയിൽ എടുക്കാം. ഉദാഹരണത്തിന് പോലീസ് സ്റ്റേഷൻസ്. ആ പോലീസ് സ്റ്റേഷനിൽ നിന്ന് നമുക്ക് എന്ത് ചെയ്യും, വാർത്തകൾ ലഭിക്കാറുണ്ട്. പോലീസ് സ്റ്റേഷൻ എന്ന് പറയുന്നത് ബീറ്റാണ്. യൂണിവേഴ്സിറ്റി എന്ന് പറയുന്ന ഒരു ബീറ്റാണ്. എങ്ങനെ യൂണിവേഴ്സിറ്റി ഒരു ബീറ്റായിട്ട് മാറുന്നത്, യൂണിവേഴ്സിറ്റിയുടെ ഇടയിൽ നിന്ന് പല രീതിയിലുള്ള ന്യൂസുകളും നമുക്ക് ലഭിക്കുന്നു. ഈ ബീറ്റ് എന്ന് പറയുന്നത് മ്യൂസിക് അല്ല, വാർത്തകൾ ലഭിക്കുന്ന സോഴ്സ് ആണ് എന്തെന്ന് പറയുന്നത് ജേർണലിസത്തില് ബീറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ലോക്കൽ സെൽഫ് ഗവൺമെന്റുകൾ, യൂണിവേഴ്സിറ്റികൾ, കോടതികൾ, സുപ്രീം കോടതി, ഹൈക്കോടതികൾ, പോലീസ് സ്റ്റേഷൻസ്, പൊളിറ്റിക്കൽ പാർട്ടീസ് തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ബീറ്റുകളായിട്ട് കൺസിഡർ ചെയ്യാം. മെനി ബിഗ് ന്യൂസ് പേപ്പേഴ്സ്, വലിയ വലിയ ന്യൂസ് പേപ്പേഴ്സ് ഒക്കെ ബീറ്റുകൾ റിപ്പോർട്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ബീറ്റ് റിപ്പോർട്ടേഴ്സിനെ അലോ ചെയ്യാറുണ്ട്. അപ്പൊ ബീറ്റ് റിപ്പോർട്ടറുടെ ഡ്യൂട്ടി എന്ന് പറയുന്നത് അവരുടെ ആ കാര്യം, അതായത് ബീറ്റുകളിൽ നിന്നും എന്ത് ചെയ്യുക, ന്യൂസുകൾ ശേഖരിക്കുക എന്നുള്ളതാണ്. അടുത്തത് പ്രസ് റിലീസ് എന്നുള്ളതാണ്. പ്രസ് റിലീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ, ഒരു ഒഫീഷ്യൽ ആയിട്ടുള്ള ഹാൻഡ് ഔട്ടുകളാണ് എന്തെന്ന് പറയുന്നത്, ഒഫീഷ്യൽ സ്റ്റേറ്റ്മെന്റുകളാണ് എന്തെന്ന് പറയുന്നത് പ്രസ് റിലീസുകൾ എന്ന് പറയുന്നത്. ഒരു ഇൻഡിവിജ്വൽസോ ഒരു ഓർഗനൈസേഷൻസോ ഒരു മീഡിയക്ക് പബ്ലിഷ് ചെയ്യുന്നതിന് വേണ്ടി നൽകുന്ന ഒഫീഷ്യൽ അനൗൺസ്മെന്റുകളെ, ഒഫീഷ്യൽ സ്റ്റേറ്റ്മെന്റുകൾ, വിവരങ്ങളെ ആണ് എന്തെന്ന് വിളിക്കുന്നത്, പ്രസ് റിലീസുകൾ എന്ന് വിളിക്കുന്നത്. ആ പ്രസ് റിലീസിന്റെ കയ്യിൽ നിന്നും നമുക്ക് എന്ത് ചെയ്യാം, പ്രസ് റിലീസുകൾ വഴി നമുക്ക് എന്ത് ചെയ്യാം, വാർത്തകൾ ലഭിക്കാവുന്നതാണ്. ഓക്കെ, അടുത്തത് എന്ന് പറയുന്നത് പ്രസ് കോൺഫറൻസ് ഓർ ന്യൂസ് കോൺഫറൻസസ് എന്നുള്ളതാണ്. പ്രസ് കോൺഫറൻസ് നമുക്കറിയാം ഒരു ഫോർമൽ മീറ്റിംഗ് ആയിരിക്കും. അതായത് വേരിയസ് എൻറ്റൈറ്റീസ് ഉള്ള അല്ലെങ്കിൽ പല രീതിയിലുള്ള പ്രമുഖരായിട്ടുള്ള ആളുകൾ വന്നിട്ട്, മിനിസ്റ്റേഴ്സ് അല്ലെങ്കിൽ പല ഡിപ്പാർട്ട്മെന്റിലുള്ള ആളുകൾ, ബിസിനസ്സിൽ തുടങ്ങിയുള്ള ആളുകളൊക്കെ അവരെന്ത് ചെയ്യുന്നു, മീഡിയ റെപ്രസെൻറ്റേറ്റീവ്സുമായിട്ട്, മീഡിയ പ്രതിനിധികളുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത്. നിങ്ങൾ വാർത്താ സമ്മേളനങ്ങൾ കാര്യങ്ങളൊക്കെ കണ്ടിട്ടുണ്ടായിരിക്കും. അതിനെയാണ് എന്തെന്ന് വിളിക്കുന്നത്, പ്രസ് കോൺഫറൻസുകൾ എന്ന് വിളിക്കുന്നത്. അപ്പൊ ജേർണലിസ്റ്റുകൾക്ക് ക്വസ്റ്റ്യൻ ചോദിക്കുകയും അതുപോലെ തന്നെയുള്ള ഇതിന്റെ മെയിൻ ആളുകൾക്ക്, അതായത് പ്രസ് കോൺഫറൻസിന് വന്നിട്ടുള്ള ആളുകൾക്ക് അതിനുള്ള ആൻസർ പറയാനുള്ള ഒരു ഓപ്പർച്യൂണിറ്റിയും കിട്ടും. ഇതിലൂടെയും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, വാർത്തകൾ, ന്യൂസുകൾ നമുക്ക് നേടിയെടുക്കാൻ സാധിക്കും. അടുത്തത് സെമിനാർസ്, സിമ്പോസിയ, വർക്ക്ഷോപ്സ് എന്നുള്ളതാണ്. സെമിനാറുകൾ, സിമ്പോസിയ, വർക്ക്ഷോപ്പുകളൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഇൻഫർമേഷൻസ് ലഭിക്കുന്ന, അല്ലെങ്കിൽ ഇപ്പോൾ ഓരോ ഡിസിഷൻസ് മേക്ക് ചെയ്യുന്ന, പുതിയ കണ്ടെത്തലുകൾ നടത്തുന്ന, അല്ലെങ്കിൽ പുതിയ സജഷൻസ്, അല്ലെങ്കിൽ പുതിയ കാര്യങ്ങൾ കൊണ്ടുവരുന്ന, പുതിയ അനലൈസുകൾ, പുതിയ ഓരോ കാര്യങ്ങളെ കുറിച്ച് മനസ്സിലാക്കുക, അത് ജനങ്ങളോട് പറയുക തുടങ്ങിയുള്ള കാര്യങ്ങൾ ചെയ്യുന്നതാണ് സെമിനാർസ്, സിമ്പോസിയ, വർക്ക്ഷോപ്പുകൾ എന്നൊക്കെ പറയുന്നത്. അതായത് കുറച്ച് ആളുകൾ ചേർന്നുകൊണ്ടായിരിക്കും ഈ സെമിനാർ, സിമ്പോസിയ, അതുപോലെ തന്നെ വർക്ക്ഷോപ്പുകൾ ഒക്കെ കാര്യങ്ങളൊക്കെ നടത്തുക. അതിൽ നിന്ന് നമുക്ക് എന്ത് ചെയ്യാം, വാർത്തകൾ ലഭിക്കാറുണ്ട്. അതുപോലെ തന്നെ ജേർണലിസ്റ്റുകൾ എന്ത് ചെയ്യാറുണ്ട്, ഇവരോട് ക്വസ്റ്റ്യൻസ് ചോദിക്കാറുണ്ട്. ഈ സെമിനാറിന്റെ ഭാഗമായിട്ടൊക്കെ, സിമ്പോസിയയുടെ ഭാഗമായിട്ടൊക്കെ ക്വസ്റ്റ്യനുകൾ ചോദിക്കാറുണ്ട്, ഇവരോട് ആൻസേഴ്സ് പറയാറുണ്ട്. ഈ ഒരു രീതിയിൽ എന്ത് ചെയ്യാം, സെമിനാർസ്, സിമ്പോസിയ, വർക്ക്ഷോപ്പ് വഴി ന്യൂസുകൾ ലഭിക്കും. അടുത്തത് ന്യൂസ് ഏജൻസീസ് എന്നുള്ളതാണ്. ന്യൂസ് ഏജൻസീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പ്രൊഫഷണൽ ഓർഗനൈസേഷൻ ആണ്, ഒരു വളരെ ഒഫീഷ്യൽ ആയിട്ടുള്ള ഒരു സംഘടനയാണ് ന്യൂസ് ഏജൻസീസ് എന്ന് പറയുന്നത്. അവരെന്ത് ചെയ്യുന്നു, ന്യൂസുകൾ കളക്ട് ചെയ്യുകയും ന്യൂസുകൾ ശേഖരിക്കുകയും ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുകയും ചെയ്യുന്നുണ്ട്, വിതരണം ചെയ്യുകയും ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ ഇവർ പ്രിന്റഡ് ആയിട്ടുള്ള ന്യൂസ് പേപ്പേഴ്സിനും ഇലക്ട്രോണിക് മീഡിയയ്ക്ക്, അതല്ല എന്നുണ്ടെങ്കിൽ ന്യൂസ് ചാനലുകൾക്ക്, വെബ്സൈറ്റുകൾക്കും ഒക്കെ ഇവരെന്ത് ചെയ്യുന്നുണ്ട്,
വാർത്തകൾ, ന്യൂസുകൾ, ഫോട്ടോസ്, വീഡിയോസ് തുടങ്ങിയിട്ടുള്ള, അതുപോലെ തന്നെ ആർട്ടിക്കിൾസ് തുടങ്ങിയിട്ടുള്ള എല്ലാ കാര്യങ്ങളും വിതരണം ചെയ്യുന്ന ആളുകളെയാണ് എന്തെന്ന് വിളിക്കുന്നത്, ഓർഗനൈസേഷൻസിനെയാണ് എന്തെന്ന് വിളിക്കുന്നത്, ന്യൂസ് ഏജൻസീസ് എന്ന് വിളിക്കുന്നത്. അസോസിയേറ്റഡ് പ്രസ് എന്ന് പറയുന്ന ഒരു ന്യൂസ് ഏജൻസി ഉണ്ട്. 1846 ന്യൂയോർക്കിലാണ് അത് വരുന്നത്. റോയിറ്റേഴ്സ് എന്ന് പറയുന്ന ന്യൂസ് ഏജൻസി ഉണ്ട്. 1851 ലണ്ടനിലാണ് അത് വരുന്നത്. പ്രസ് ട്രസ്റ്റ് ഓഫ് ഇന്ത്യ, PTI എന്ന് പറയുന്ന ഇന്ത്യയിൽ രൂപീകരിച്ചിട്ടുള്ള ഒരു ന്യൂസ് ഏജൻസി ഉണ്ട്. അത് 1947 വരുന്നത്. ഇന്ത്യയിലെ ഏറ്റവും പഴക്കം ചെന്നിട്ടുള്ള ഒരു ന്യൂസ് ഏജൻസിയാണത്. അടുത്ത സിൻഹുവ എന്ന് പറയുന്ന ന്യൂസ് ഏജൻസി ഉണ്ട്. ചൈനയിലുള്ള ഒരു ന്യൂസ് ഏജൻസിയാണ്. അടുത്ത് EFE എന്ന് പറയുന്ന ന്യൂസ് ഏജൻസി ഉണ്ട്. 1939 ഇത് വരുന്നത്. ഒരു സ്പാനിഷ് ലാംഗ്വേജിൽ ന്യൂസ് ഏജൻസി ആണ് ഏതെന്ന് പറയുന്നത്, EFE എന്ന് പറയുന്നത്. ഇറ്റർടാസ് എന്ന് പറയുന്ന ഒരു ന്യൂസ് ഏജൻസി ഉണ്ട്. അതായത് സോവിയറ്റ് യൂണിയന്റെ ആണ്. 1904 ഇത് വരുന്നത്. അതുപോലെ തന്നെ ഹിന്ദുസ്ഥാൻ സമാചാർ ഭാരതി തുടങ്ങിയിട്ടുള്ള ന്യൂസ് ഏജൻസികൾ ഇന്ത്യയിൽ വർക്ക് ചെയ്യുന്നുമുണ്ട്. ഓക്കെ, അപ്പൊ ന്യൂസ് ഏജൻസി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, ന്യൂസുകൾ കളക്ട് ചെയ്തുകൊണ്ട് മറ്റ് ന്യൂസ് പേപ്പേഴ്സിനും മറ്റു കാര്യങ്ങൾക്കും ഷെയർ ചെയ്ത് കൊടുക്കുക, അത് സെല്ല് ചെയ്യുന്ന ഏജൻസികളാണ് ന്യൂസ് ഏജൻസികൾ എന്ന് പറയുന്നത്. ഓക്കെ, ഇനി ഇന്റർവ്യൂ എന്നുള്ളതാണ്. ഇന്റർവ്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ, ഒരു ന്യൂസിന് ഏറ്റവും പ്രധാനമായിട്ടും വാർത്തകൾ ലഭിക്കുന്ന അല്ലെങ്കിൽ ഇൻഫർമേഷൻസ് ലഭിക്കുന്ന ഒന്നാണ് എന്തെന്ന് പറയുന്നത്, ഇന്റർവ്യൂസ് എന്ന് പറയുന്നത്. The interview has the power to change the mind of people, government and history. അതായത് ഇന്റർവ്യൂവിന് വലിയൊരു ശക്തി ഉണ്ട്. എന്താണ്, നമ്മൾ ജനങ്ങളുടെ മനസ്സിനെ മാറ്റിമറിക്കുക, ഗവൺമെന്റിന്റെ ഒപ്പീനിയൻസിനെ മാറ്റിമറിക്കുക, ചരിത്രങ്ങളെ തന്നെ മാറ്റിമറിക്കാനുള്ള ഒരു കഴിവുള്ള ഒന്നാണ് എന്തെന്ന് പറയുന്നത്, ഇന്റർവ്യൂസ് എന്ന് പറയുന്നത്. അപ്പോൾ ഇന്റർവ്യൂ ചെയ്യുന്ന സമയത്ത് വളരെ പെർഫെക്റ്റ് ആയിരിക്കണം. അതല്ല എന്നുണ്ടെങ്കിൽ അതൊരു വളരെ ബാഡ് സ്റ്റോറിയിലേക്ക് അല്ലെങ്കിൽ മോശപ്പെട്ട ഒരു വാർത്തയിലേക്ക് അത് കടക്കാനുള്ള ചാൻസുകൾ കൂടുതലാണ്. അപ്പൊ ഇന്റർവ്യൂസ് എന്താണ്, ഇന്റർവ്യൂസ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ശ്രദ്ധിക്കേണ്ട ഒന്നാണ്. ഫാക്ട് ഓറിയന്റഡ് ആയിരിക്കണം, എപ്പോഴും സത്യത്തിൽ നിന്നും ഉറച്ചു നിൽക്കുന്ന ഒന്നായിരിക്കണം എന്തെന്ന് പറയുന്നത്, ഇന്റർവ്യൂസ് എന്ന് പറയുന്നത്. അപ്പോൾ ഒരു ടൈപ്സ് ഓഫ് ഇന്റർവ്യൂസ് ആണ് നമ്മൾ ഇനി അടുത്തതായിട്ട് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്, ഏതൊക്കെ ടൈപ്പുകൾ ഇന്റർവ്യൂസ് ഉണ്ട് എന്നുള്ളത്. അതിൽ ഒന്നാമത്തത് ഇന്റർവ്യൂയിങ് ഫോർ ഇൻഫർമേഷൻസ് എന്നുള്ളതാണ്. അതായത് ഓരോ വിവരങ്ങൾ ലഭിക്കുന്നതിന് വേണ്ടി ഇന്റർവ്യൂ ചെയ്യുക. ഉദാഹരണത്തിന് ഒരു മിനിസ്റ്റർ എന്ത് ചെയ്യുന്നു, ആ മിനിസ്റ്റർ പുതിയ രീതിയിലുള്ള ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റിനെ സംബന്ധിക്കുന്ന ഒരു ഡിക്ലറേഷൻസ് എഡ്യൂക്കേഷൻ മിനിസ്റ്റർ പുറത്തുവിടുന്നു. അപ്പോൾ അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങൾ ചോദിക്കുന്നതിന് വേണ്ടിയിട്ട്, ഇൻഫർമേഷൻസ് നേടിയെടുക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഇന്റർവ്യൂസിനെയാണ് എന്തെന്ന് പറയുന്നത്, ഇന്റർവ്യൂയിങ് ഫോർ ഇൻഫർമേഷൻസ് എന്ന് പറയുന്നത്. ഓക്കെ, രണ്ടാമത് എന്താണ്, ഇന്റർവ്യൂയിങ് പൊളിറ്റീഷ്യൻസ് ആൻഡ് ലീഡേഴ്സ് എന്നുള്ളതാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ രാഷ്ട്രീയക്കാരെയും നേതാക്കളെയും ഇന്റർവ്യൂ ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ രാഷ്ട്രീയക്കാരെയും നേതാക്കന്മാരെയും ഒക്കെ ഇന്റർവ്യൂ ചെയ്യുന്ന സമയത്ത് അവരുടെ പാസ്റ്റ് എന്താണ്, അതുപോലെ തന്നെ റീസെന്റ് ആയിട്ട് നടന്നിട്ടുള്ള അവരെ പ്രധാനപ്പെട്ട ന്യൂസുകൾ എന്താണ്, അതുമായി ബന്ധപ്പെട്ടുള്ള കോൺട്രവേഴ്ഷ്യൽ ആയിട്ടുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണ്, ആ ക്വസ്റ്റ്യൻസ് ഒക്കെ കൃത്യമായിട്ട് പ്രിപ്പയർ ചെയ്യണം. അതുപോലെ തന്നെ വളരെ പൊളൈറ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യനുകൾ ചോദിക്കണം, അവർക്ക് ആൻസർ പറയാനുള്ള ടൈം നമ്മൾ നൽകണം. തുടങ്ങിയ കാര്യങ്ങളൊക്കെ ഇന്റർവ്യൂ ചെയ്യുമ്പോൾ എന്ത് ചെയ്യണം, ശ്രദ്ധിക്കണം. അടുത്തത് ദ പേഴ്സൺ ഓൺ ദ സ്ട്രീറ്റ് ഇന്റർവ്യൂ എന്നുള്ളതാണ്. അതായത് സ്പോട്ട് ഇന്റർവ്യൂ. നമ്മൾ യൂട്യൂബിലൊക്കെ നമുക്ക് കാണാറുണ്ട്. ഇപ്പോൾ ഉദാഹരണത്തിന് ഒരു സിനിമ ഇറങ്ങി കഴിഞ്ഞതിന് ശേഷം സാറ് സിനിമ എങ്ങനെയുണ്ട് എന്നൊക്കെ ചോദിച്ചിട്ട് റിവ്യൂ പറയുന്നത്, അല്ലെങ്കിൽ നമ്മളൊരു ബീച്ചിന്റെ സൈഡിലൊക്കെ ഇരിക്കുമ്പോൾ എന്തെങ്കിലും ചോദ്യം ചോദിച്ചുകൊണ്ട് ക്യാമറയും പിടിച്ചുകൊണ്ട് ആളുകൾ വരാറുണ്ട്, ഒരു അഭിപ്രായമൊക്കെ ചോദിച്ചുകൊണ്ട്. ഇത്തരത്തിലുള്ള കാര്യങ്ങളാണ് ദ പേഴ്സൺ ഓൺ ദ സ്ട്രീറ്റ് ഇന്റർവ്യൂസ് എന്ന് പറയുന്നത്. അതായത് സ്പോട്ട് ഇന്റർവ്യൂസ് ആയിരിക്കും, ലൈവായിട്ട് ആ സമയത്ത് തന്നെ നടക്കുന്ന ഇന്റർവ്യൂസ് ആയിരിക്കും എന്തെന്ന് പറയുന്നത്, സ്പോട്ട് ഇന്റർവ്യൂസ് എന്ന് പറയുന്നത്. അടുത്തത് പാനൽ ഇന്റർവ്യൂസ് ആണ്. പാനൽ ഇന്റർവ്യൂസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രൊഫഷണൽസുകളായിട്ടുള്ള ആളുകൾ, എക്സ്പേർട്ടുകളായിട്ടുള്ള ആളുകൾ, പൊളിറ്റീഷ്യൻസ് രാഷ്ട്രീയക്കാരായിട്ടുള്ള ആളുകൾ, അവരൊക്കെ ഒരു കാര്യത്തെക്കുറിച്ച് എന്ത് ചെയ്യുക, ഡിസ്കസ് ചെയ്യുക, ക്രിട്ടിക് ചെയ്യുക, വിമർശിക്കുക, അതുപോലെ തന്നെ അനലൈസ് ചെയ്യുക. അതൊക്കെ ഒരു സബ്ജക്റ്റിനെ കുറിച്ച് ചെയ്യുമ്പോൾ അതുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ ചോദിച്ചറിയുന്നതിന് വേണ്ടിയിട്ടാണ് എന്ത് നടത്തുന്നത്, പാനൽ ഇന്റർവ്യൂസ് നടത്തുന്നത്. അപ്പൊ പാനലുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ, ഒരു 4, 5, 6 ആളുകൾ അതിലുണ്ടായിരിക്കും. ലൈക്ക് പ്രൊഫഷണലുകൾ, ഇപ്പോൾ എഡ്യൂക്കേഷൻ സിസ്റ്റത്തെ കുറിച്ച്
കുറിച്ച് അനലൈസ് ചെയ്തുകൊണ്ട് ഒരു കമ്മിറ്റി റിപ്പോർട്ട് വയ്ക്കുന്നു. അപ്പോൾ ആ പാനൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, ആ കമ്മിറ്റി ആയിരിക്കും. അപ്പോൾ അവരോട് നമുക്ക് ക്വസ്റ്റ്യനുകൾ ചോദിക്കാം, ആൻസേഴ്സ് നമുക്ക് നേടിയെടുക്കാനും സാധിക്കും. അപ്പോൾ ടൈപ്സ് ഓഫ് ഇന്റർവ്യൂ 4 രീതിയിലുണ്ട്. ഒന്ന് ഇന്റർവ്യൂയിങ് ഫോർ ഇൻഫർമേഷൻ, അടുത്തത് ഇന്റർവ്യൂയിങ് പൊളിറ്റീഷ്യൻസ് ആൻഡ് ലീഡേഴ്സ്, അടുത്തത് ദ പേഴ്സൺ ഓൺ ദ സ്ട്രീറ്റ് ഇന്റർവ്യൂ, ഫോർത്ത് വൺ പാനൽ ഇന്റർവ്യൂസ്. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് സെക്കൻഡ് യൂണിറ്റിൽ ഡിസ്കസ് ചെയ്യുന്നത്. ക്ലാസ്സുകൾ എല്ലാവർക്കും മനസ്സിലായി എന്ന് കരുതുന്നു. താങ്ക് യു.